ഓയ് ഏടാ എന്തടാ എന്തു പറ്റി? എന്താ അല്ല എന്തടാ ഇവിടൊക്കെ വന്ന് കിടക്കണേ? ഞാൻ എത്ര സ്ഥലത്ത് പോയി നോക്കിയാരത്. എന്റെ വീട്ടിൽ പോയപ്പോ പറഞ്ഞു അവിടെ നീ ഇല്ല. നിന്റെ അമ്മയാണെങ്കിലോ എന്നോട് പറയാ എവിടെയെങ്കിലും പോയി നോക്ക്, എന്താ അവന് പറ്റിയേ. ഒരാഴ്ചയായി നീ വീട്ടിൽ പോയിട്ട്. എന്താ നിനക്ക് പറ്റിയേ? എടാ, എന്റെ പഴയ മുഖത്തിന് തെളിച്ചം ഇപ്പൊ നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു കുഴപ്പമില്ലല്ലോ. ആ പഴയ അത്തറിന്റെ മണം നിനക്കിപ്പോ കിട്ടുന്നുണ്ടോ? നീ എന്താ ഈ പറയണത്? എടാ, ആ പഴയ ആളെയല്ലടാ ഞാനിപ്പോ. നിനക്കെന്ത് ഭ്രാന്ത് പിടിച്ചോ? നിനക്കറിയാലോ, വയസ്സായ അച്ഛനും അമ്മയും പിന്നെ 3 പെങ്ങന്മാരും. ആ സമയത്താണ് ഞാൻ ഗൾഫിക്ക് പോണത്. പെങ്ങന്മാരെ 3 കെട്ടിച്ചു വിട്ടു. അച്ഛൻ മരിച്ചു. ഇപ്പോ ഒരു പെങ്ങള് കാര്യം തീർത്ത് വീട്ടിലിരിക്കും. അവർക്കാണ് വലിയ 3 മക്കളും. ആ മക്കൾക്കൊന്നും ഇപ്പോ പഴയ അമ്മാവനല്ല ഞാൻ എന്നൊരു തോന്നല്. അമ്മയ്ക്ക് പിന്നെ അറിയാലോ, അമ്മയൊന്നും അമ്മയില്ലടാ. പിന്നെ പണ്ടൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോ നമ്മളെ പെട്ടിക്ക് വേണ്ടി ഒരു തർക്കണ്ടായിരുന്നു വീട്ടിലൊക്കെ. സ്പ്രേ കിട്ടാനും ഗൾഫ് സാധനങ്ങൾ കിട്ടാനും ഡ്രസ്സ് കിട്ടാനൊക്കെ. അതൊന്നും ഇപ്പോ നമ്മുടെ അടുത്ത് പ്രതീക്ഷിക്കാൻ പറ്റൂലല്ലോ. നമ്മളിപ്പോ ഒന്നുമില്ലടാ, പൂച്ചയല്ല. ഈ തിരക്കിന്റെ കടയിൽ ഞാൻ കല്യാണം കഴിക്കാൻ പോലും മറന്നുപോയില്ലടാ. പണ്ടൊക്കെ ഗൾഫില് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒരു ചർച്ച ചെയ്തു. അന്നൊക്കെ ഞാൻ എല്ലാവരും ഉപദേശിക്കും. പക്ഷെ ആ ഒരു അവസ്ഥ ഇപ്പോ നമുക്ക് വന്നപ്പോ അതിന്റെ വേദന എപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു അധികപ്പറ്റാണോ വീട്ടിൽ നിന്നൊരു സംശയം. അതുകൊണ്ട് ആർക്കും ഭാരാവോടെ മാറിക്കൊടുത്തു. അതുകൊണ്ടടാ, അല്ലാതെ വേറൊന്നുമില്ല. എടാ, എന്തൊക്കെ നീ പറയണേ? ഒന്നുമല്ലാത്ത എന്നെ നീ ഗൾഫിലേക്ക് കൊണ്ടേ. എന്നെ മാത്രല്ല, നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരുവിധ ആളുകളൊക്കെ. എല്ലാവർക്കും നീ സഹായം ചെയ്യുന്ന ഒരാളാ. സഹായം ചെയ്തും ആളുകളെ സഹായിച്ചും നിന്റെ ജീവിതം നീ മറന്നു. ഒരു കല്യാണം കഴിക്കാൻ പോലും നീ മറന്നു. എടാ, എന്റെ വീട്ടില് നിനക്ക് കിടക്കാനുള്ള ഒരു പായ വിരിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ഒരാൾക്കുള്ള ഭക്ഷണമല്ലേ, അത് എന്റെ വീട്ടിലുണ്ട്. നീ എണീക്ക് വാ. അതൊക്കെ നിനക്കൊരു ബുദ്ധിമുട്ടാവും. അതെ, എനിക്ക് ബുദ്ധിമുട്ടാവും. ആ ബുദ്ധിമുട്ടേ ഞാനൊരു സഹിച്ചിട്ടുണ്ട്. എണീക്കടാ, എണീക്കടാ. നീ